ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ 7ാം നാൾ. പൊങ്കാലയ്ക്കായി ഇനി ഈ ദിവസവും അടുത്ത ദിവസവും കാത്തിരുന്നാൽ പിന്നെ ആ അനുഗ്രഹീതമായ ദിവസം വന്നെത്തുകയായി. ഭദ്രകാളിപ്പാട്ടിനെ തോറ്റം പാട്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്, അത് ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയായാലും അതല്ല സാക്ഷാൽ ഭദ്രകാളിയുടെ തന്നെ കഥയായാലും, നമ്മൾ പാടി അറിഞ്ഞ് വിശേഷമായതിനെ ഉൾക്കൊള്ളുമ്പോൾ ഉത്സവത്തിൻ്റെ 6, 7, 8 ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. 9ാം നാളിലാണ് പൊങ്കാല എത്തുന്നത്. ഈ ഒരു തോറ്റം പാട്ട് 10 ദിവസമായിട്ടാണ് പാടുന്നതെങ്കിൽ, ഉത്സവമായിട്ട് ആണ് നടത്തുന്നത് എങ്കിൽ, അതിൽ 9ാം നാളിൽ പൊങ്കാല വരുന്നുവെങ്കിൽ അതിന് മുന്നേ ഉള്ള 3 ദിവസങ്ങൾ വിശേഷമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ എന്താണ് തോറ്റംപാട്ടിലൂടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, രാത്രിയാകുമ്പോഴേക്കും ബാലകനെ നിഗ്രഹിക്കുകയാണ്. അഥവാ കണ്ണകിയുടെ ഭർത്താവായ കോവലനെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ, ഭദ്രകാളിയുടെ ഭർത്താവായ ബാലകനെ പാണ്ഡ്യരാജാവ് നിഗ്രഹിക്കുന്ന ഘട്ടമാണ് എത്തിച്ചേരുന്നത്. ഈ കഴിവിലേറ്റി വധിച്ചു എന്നും അതല്ല അങ്ങനെ അല്ലാതെ, അതായത് കഴുത്തെറുത്ത് കൊന്നു എന്നൊക്കെ ഈ ഒരു വധവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതികൾ പറയാറുണ്ട്. ഭദ്രകാളിപ്പാട്ടിൽ ചിലയിടങ്ങളിൽ ഭദ്രകാളി ഇതിനു മുന്നേ ഒരു നൗകയിലേറി വരുന്ന സമയത്ത് ഒരു തട്ടാനെ പറ്റിക്കുന്നതായി പറയുന്നുണ്ട്. അതിന് പകരം വീട്ടിലാണ് തട്ടാൻ നടത്തിയതെന്നും അങ്ങനെയാണ് തട്ടാൻ പാലകനെ ചതിക്കുന്നതെന്നും ഒക്കെയുള്ള ഉപകഥകൾ വളരെയേറെയാണ്. ഏതായാലും പ്രധാനമായും എല്ലാറ്റിലും ഒന്നായി പറയുന്നത്, ഭഗവതിക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ദിവസമാണ് 6ാം നാൾ. അതുകൊണ്ട് തന്നെ 6ാം നാൾ ആ ഭാഗം പാടിക്കഴിയുന്നതോടുകൂടി ക്ഷേത്രം നടയടയ്ക്കും, ദുഃഖസൂചകമായിട്ട് നടയടയ്ക്കും. പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെ പിന്നീട് ഒരു 7-7:30 മണിയാകുമ്പോഴേ നട തുറക്കുള്ളൂ. അതുവരെയും ഒരു ദുഃഖഭാവത്തിലാണ്. ആ സമയത്തൊന്നും ആരും അമ്പലത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഭഗവതിയെ ദുഃഖത്തോടു കൂടി കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാണാതിരിക്കുകയൊക്കെ ചെയ്യും. പണ്ട് കാലത്ത് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, തിരുവനന്തപുരത്ത് പണ്ട് മുതലേ താമസിക്കുന്ന അമ്മമാരുണ്ടല്ലോ, അവർ പറയും ഈ 6ാം നാളും 7ാം നാളിലും ഈ സ്ത്രീകളെല്ലാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്ത്രീകളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഭഗവതിയുടെ ഒപ്പം, അതായത് ഭഗവതി ദുഃഖിച്ചിരിക്കുന്ന ദിവസമായിട്ട് കരുതിക്കൊണ്ട് ആ ദിവസം അവരെല്ലാം ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഒരു ദുഃഖഭാവത്തിലേക്ക് പോകും. ശരിക്കും ഈ ഒരു നഷ്ടപ്പെടൽ, അതായത് ഭഗവതി ആയിരുന്നിട്ട് കൂടി അല്ലെങ്കിൽ ഭഗവതി സാന്നിധ്യമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ളത് നമ്മൾ കഥകളായിട്ട് പറയുമ്പോൾ ശരി, കഥയുടെ സന്ദർഭങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജീവിതാവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടലുകളും നേടിയെടുക്കലുകളും അല്ലെങ്കിൽ ഇരുട്ട് വെളിച്ചം, സുഖം ദുഃഖം എന്നിങ്ങനെ ഈ 2 ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകുന്നതാണ്. ഇതൊന്നുമില്ലാതെ കടന്നു പോവുക അത്ര എളുപ്പമല്ല തന്നെ. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ഒരുപോലെ പറഞ്ഞു തരികയാണ് നമുക്കിവിടെ ഭഗവതി. ഇവിടെ ആ ഒരു രീതിയിൽ ഭഗവതിയെ നമുക്ക് കാണാനാകുന്നത്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇത്തരത്തിലൊരു നഷ്ടപ്പെടലും തിരിച്ചുപിടിക്കലും എന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ആ നഷ്ടപ്പെടലുകളെയും തിരിച്ചുപിടിക്കലുകളെയും കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഭഗവതി സ്വരൂപം. അത് ശരിക്കും നമ്മൾ ഈ ഒരു ഭദ്രകാളിപ്പാട്ടിൻ്റെ തോറ്റംപാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിലും ഐതിഹ്യങ്ങളിലും മാത്രമാണ് നമുക്ക് അങ്ങനെ കാണാനാകുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു നഷ്ടപ്പെടലിനെയും തിരിച്ചുപിടിക്കലിനെയും കാണാനാകുന്നത് സതീദേവിയുടെ ദേഹത്യാഗ സമയത്ത് നിൽക്കുന്ന മഹാദേവനെങ്കിലാണ്. മഹാദേവൻ സതീദേവിയുടെ ദേഹവുമായി നിൽക്കുന്നൊരു ഏറ്റവും വേദനയോടുകൂടി നിൽക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് മഹാവിഷ്ണു വന്ന് ആലിംഗനം ചെയ്യുന്നു. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം മുഴുവനും അങ്ങനെ ഒരു വേദനയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് തപസ്സിലേക്ക് പോകുന്നു. തപസ്സിൽ നിന്ന് പിന്നീട് കണ്ണു തുറക്കുമ്പോൾ പാർവതിയിലേക്ക്, അതായത് നഷ്ടപ്പെട്ടു പോയ സതീദേവിയുടെ ആ തീവ്രവേദനയിൽ നിന്ന് കണ്ണുകളടച്ച മഹാദേവൻ പിന്നെ കണ്ണു തുറക്കുന്നത് പാർവതിയിലേക്കാണ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യമുണ്ട്. അതായത് നഷ്ടപ്പെടലുകൾ തീർച്ചയായിട്ടും ഒരിക്കലും സതീദേവി തിരിച്ചു വരുന്നില്ല, പാർവതിയാണ് മടങ്ങി വരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെട്ടത് നമുക്കൊരിക്കലും തിരിച്ചു ലഭിക്കേണ്ടാവില്ലായിരിക്കും. നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ മറ്റു ചിലത് നേടിയെടുക്കുന്നു. നഷ്ടപ്പെട്ടതായിരിക്കില്ല നേടിയെടുക്കുന്നത്, പക്ഷേ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള. അപ്പോൾ നമ്മൾ സതീദേവി പാർവതി ദേവി എന്ന് നോക്കുകയാണെങ്കിൽ പാർവതി ദേവിയാണല്ലോ അല്ലേ നമ്മളെപ്പോഴും ഉപാസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ശക്തിയുള്ള ഒന്നിനെ തിരിച്ചു പിടിക്കുകയാണ് എല്ലാ നഷ്ടങ്ങളിലും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നഷ്ടങ്ങളുടെ വേദനകളെ കുറച്ച് കാണുകയല്ല, നഷ്ടപ്പെട്ടത് പോകട്ടെ മറ്റൊന്ന് കിട്ടുമെന്ന് പറയുകയുമല്ല. പക്ഷേ ഓരോ നഷ്ടപ്പെടലുകളും നമുക്ക് സംഭവിക്കുമ്പോൾ ആ നഷ്ടപ്പെടലുകളിലൂടെ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ചിന്തയ്ക്കുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതുവരെ അല്ലാത്തതിൽ നിന്ന്, നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ആ തീവ്രമായ വേദനയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നൊരു മാറ്റം. ഈ മാറ്റം നമ്മളെ മറ്റു പലതിനെയും തിരിച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ മറ്റു പലതിനെയും നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ നഷ്ടപ്പെട്ടത് മൂലം ഇന്ന് നിങ്ങൾക്കുണ്ടായ മാറ്റം, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്കുണ്ടായ ശക്തി, അതിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത പാഠങ്ങൾ, അത് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും ഒരു നഷ്ടവും യഥാർത്ഥത്തിൽ നഷ്ടമല്ല, പുതുതായി ഒന്ന് പഠിച്ചെടുക്കാനോ തിരിച്ചു പിടിക്കാനോ നേടിയെടുക്കാനോ വേണ്ടിയുള്ളതാണ്. അത് മഹാദേവൻ്റെ ആ ഒരു ഐതിഹ്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇവിടെ ഭദ്രകാളി പാലകനെ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ പാലകൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് യഥാർത്ഥത്തിൽ തോറ്റം നടക്കുന്നത്, തിരിച്ചു പിടിക്കൽ നടക്കുന്നത്, പുനർജീവിപ്പിക്കൽ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തോറ്റം പാട്ട് എന്ന് നമ്മൾ എല്ലാ ദിവസവും പറയുമെങ്കിലും 7-8 നാളുകൾ, 6-ാം നാളിൽ മരിക്കുന്നു, 7-8 നാളുകളിലാണ് ആ തിരിച്ചു പിടിക്കൽ നടക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചു പിടിക്കലിൻ്റെ വളരെ ശക്തിയുള്ളൊരു ദിവസങ്ങളാണ് 7-8 ദിവസങ്ങൾ, ഉത്സവത്തിൻ്റെ 7, അതായത് ഇന്നും നാളെയും. അത് തിരിച്ചു പിടിക്കലിൻ്റെ ശക്തി തന്നെയാണ്. എങ്ങനെയാണ് ശരിക്കും ഭദ്രകാളി പാലകനെ തിരിച്ചു പിടിച്ച് പാലകന് പുനർജീവിതം കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? കൈലാസത്തിൽ പോയി, നേരെ കൈലാസത്തിലേക്ക് പോയിട്ട് വരം ചോദിക്കുകയാണ്. വരം ചോദിച്ചിട്ടാണ് തൻ്റെ ഭർത്താവിന് ജീവൻ കൊടുക്കണമെന്ന് പറയുന്നത്. ആ ജീവൻ കൊടുക്കുന്നത് മോക്ഷത്തിലേക്കാണ്, അല്ലാതെ വീണ്ടും പാലകൻ എന്നുള്ള ജീവിതത്തിലേക്കല്ല, കൈലാസത്തിനെ അറിഞ്ഞുകൊണ്ടുള്ള ആത്മമോക്ഷത്തിലേക്കാണ്, ചൈതന്യത്തിലേക്കാണ്. നമ്മളെല്ലാവരും അത്തരത്തിലുള്ള മോക്ഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണല്ലേ ജീവിതത്തിലുടനീളം. ജീവിച്ച് മരണം എത്തിക്കഴിയുമ്പോൾ മരണത്തിനപ്പുറത്തൊരു മോക്ഷം സംഭവിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും വിചാരിക്കുക. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് മോക്ഷം സംഭവിക്കുന്നത്. നമ്മൾ ആനന്ദിക്കുമ്പോൾ, നമ്മളാൽ മറ്റൊരാൾ ആനന്ദിക്കുമ്പോൾ, നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുമ്പോഴൊക്കെ മോക്ഷം തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഏതായാലും ഭഗവതി അങ്ങനെ ബാലകനെ തിരിച്ചു പിടിക്കുന്നു. നമ്മൾ കണ്ണകി ചരിത്രത്തിലേക്ക്, ചിലപ്പതികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നേരെ പത്തിനിക്കടവുളായി മാറുന്നു. കണ്ണകി അവിടുന്ന് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ്, പാണ്ഡ്യനഗരം ചുട്ടരിച്ചതിന് ശേഷം നേരെ വന്ന് നിൽക്കുന്ന പ്രദേശമാണ് നമ്മളുടെ കുമളിയിലെ മംഗളാദേവി ക്ഷേത്രം. അവിടെ നിന്നുകൊണ്ട് പത്തിനി ആ പതിവ്രതാ ശക്തി കൊണ്ട്, ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ കടവുളായി മാറുന്നു. പത്തിനിക്കടവുൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതി തന്നെ തൻ്റെ രഥത്തിൽ വന്ന്, ചിന്താമണി ദ്വീപത്തിലിരിക്കുന്ന ഭഗവതി തൻ്റെ രഥത്തിൽ വന്ന് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതായത് കണ്ണകിയെ തന്നിലേക്ക് അലിയിച്ചെടുക്കുന്നു, തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് മറ്റൊരു തരത്തിൽ ചിലപ്പതികാരം, നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയാൽ അതാണ് കേൾക്കുക. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു ചേര രാജാവിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതായത് രാജകുമാരൻ, അതാണ് ഇളങ്കോവടികൾ എന്നൊക്കെ പറയാറുണ്ട്. ഇളങ്കോവടികളുടെ ആ തലമുറ അതൊക്കെ കേട്ടും അറിഞ്ഞുമൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഇളങ്കോവടികളുടെ തലമുറകളിൽ ഉണ്ടായിരുന്ന, മുൻ തലമുറകളിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് അത് നേരിട്ട് കണ്ടു. അതായത് ആ രഥത്തിൽ വന്ന് ഭഗവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഭഗവതിയാക്കി കണ്ണകിയെ മാറ്റുന്നത് കണ്ടു എന്നൊക്കെ. അങ്ങനെ പാലകന് കൈലാസത്തിൽ സ്ഥാനം കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് പടി മുകളിലേക്ക് ആ ജീവിതത്തെ, അതുവരെ ചെയ്ത തെറ്റുകൾ, അതുവരെ ചെയ്ത ചതികളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒരു പുതിയ മുഴുവനും ആത്മനിർവൃതിയുടെ മോക്ഷഭാവത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഭഗവതി ചെയ്തത്. അതാണ് നമ്മൾ പറഞ്ഞത്, നഷ്ടപ്പെടുത്തലുകളും തിരിച്ചുപിടിക്കലുകളുമാണ് ഈ ദിവസം. നഷ്ടപ്പെട്ടു പോകുന്നു, പക്ഷേ തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ ഭഗവതി തന്നെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് കൈലാസത്തിൽ ചെന്ന് മഹാദേവനെങ്കിൽ അഭ്യർത്ഥിച്ച്, ആ പ്രാർത്ഥനാശക്തി കൊണ്ട് മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും ശക്തി ആർജിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഭർത്താവിനെ പുനർജീവിപ്പിച്ച് അവിടെ നിന്ന് കൈലാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകളെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ശരിക്കും തോറ്റം എന്ന വാക്കിന് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് 7-8 നാളുകളിലാണ്. അപ്പം നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ ദിവസം ഈ ഐതിഹ്യങ്ങളെ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ പോയാൽ, ഇപ്പോൾ പകൽ തന്നെയാണെന്ന് വിചാരിക്കുക, രാത്രി വരുന്നേ ഇല്ല എങ്കിൽ നമുക്ക് പകലിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ലല്ലോ. രാത്രി വരുന്നത് കൊണ്ടാണല്ലോ രാത്രിയുടെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുമ്പോഴാണ് പ്രകാശത്തിൻ്റെ ആവശ്യം നമുക്ക് മനസ്സിലാവുക. ഇനി അതുപോലെ തന്നെ രാത്രി വരാതിരുന്നാലും പകൽ വരാതിരുന്നാലും ഒരുപോലെ തന്നെയാണ്. രാത്രി തന്നെ ആയിരുന്നാലോ, എപ്പോഴും രാത്രി തന്നെ ആയിരുന്നെങ്കിലോ, ഇരുട്ട് മാത്രമാകുമ്പോൾ നമ്മളെ വല്ലാതൊരു മൂകത മൂടും. പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിക്കുമല്ലേ. പകലും വെളിച്ചവും ഇരുട്ടുമൊക്കെ ഒരുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം, എങ്കിലേ ജീവിതത്തിനൊരു സുഖമുള്ളൂ. എപ്പോഴും സന്തോഷം, സുഖം അങ്ങനെ മാത്രം പോരാ. ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടലുകൾ, വീണുപോകലുകളൊക്കെ സംഭവിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ സത്സംഗങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളോട് ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല, ഞാൻ എവിടെയും തോറ്റിട്ടില്ല എന്നൊരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ആളോടുള്ള കൂട്ട് ഒന്ന് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. കാരണം അനുഭവ ഗുണം തീരെ ഇല്ലാത്ത ആളാണ്. ഒന്ന് പരാജയപ്പെട്ടാലോ ഒന്ന് വീണു പോയാലോ ഒക്കെ മാത്രമേ നമുക്ക് അനുഭവ ഗുണം ഉണ്ടാവുന്നുള്ളൂ. തോറ്റു പോകുന്നിടത്ത് നിന്ന്, അല്ലെങ്കിൽ വീണു പോകുന്നിടത്ത് നിന്ന് നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. വീഴാതിരിക്കുന്നത്, തോൽക്കാതിരിക്കുന്നത്, ഒന്നും നഷ്ടപ്പെടാത്തവരായിരിക്കുന്നു ഒന്നും വലിയ കഴിവല്ല, അതൊന്നും അനുഗ്രഹങ്ങളല്ല. അവിടെ നിന്ന് നമ്മളെ എങ്ങനെ തിരിച്ചു പിടിക്കുന്നു, അതാണ് പ്രധാനം.
അതെങ്ങനെ തിരിച്ചു പിടിക്കുന്നു, എത്രമാത്രം വേഗം നമ്മൾ തിരിച്ചു വരുന്നു, നമ്മളുടെ ഈ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകുന്നു, അതാണ് ഭഗവതി പറഞ്ഞു തരുന്നത്. ഈ ഭഗവതി സങ്കല്പത്തിൻ്റെ പേര് തന്നെയുണ്ട്, ധൂമവതി. 10 ദശമഹാവിദ്യകളിൽ നമ്മൾ, ദശമഹാവിദ്യ എന്ന് പറയുന്നത് 10 അതിപ്രധാനമായ അറിവുകളാണ്. ആ അറിവുകളിൽ നമുക്ക് ധൂമവതി എന്നൊരു ഭഗവതിയെ കാണാം. ധൂമവതി എന്ന് പറയുന്നത് വിധവയാണ്. ഒട്ടും അലങ്കാരങ്ങളില്ലാത്ത വെളുത്ത വസ്ത്രം ധരിച്ച് വൃദ്ധയും ഒരു സൗന്ദര്യവുമില്ലാതെ ഒരു ആഭരണവുമില്ലാതെ ഒരു കാക്കയാണ് വാഹനം, രഥം നയിക്കാൻ ആരുമില്ലാത്തൊരു രഥത്തിലിരിക്കുന്ന, കയ്യിലൊരു മുറം പിടിച്ചിരിക്കുന്ന, എല്ലാ തരത്തിലും എല്ലാം നമ്മൾ പറയില്ലേ ഐശ്വര്യത്തിൻ്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നൊരു ഭഗവതിയാണ് ധൂമവതി. പുകയിൽ നിന്നാണ് ഭഗവതിയുടെ സ്വരൂപം. അതുകൊണ്ട് ധൂമവതി എന്നാണ് വിശേഷിപ്പിക്കുക. ധൂമവതിയെ ശരിക്കും എല്ലാവർക്കും ഭയമാണ്. ധൂമവതി ആരും പ്രാർത്ഥിക്കരുത്, തൊഴരുത് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. കാരണം അതൊരു വിധവാ ഭാവം, എല്ലാം നഷ്ടപ്പെട്ട ഭാവമാണെന്നാണ് കരുതുക. അതും ഭഗവതി തന്നെയാണ്, ഭഗവതിയുടെ ഒരു ഭാവമാണത്. ശരിക്കും അവിടെ നമുക്ക് ഭഗവതി പറഞ്ഞു തരുന്നത് ഈ നമ്മളുടെ 2 ഭാവങ്ങളെ ഒരുപോലെ സ്വീകരിക്കണം, അതുപോലെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രമായ വേദനകളെ അതിജീവിക്കാനൊരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞു തരാനാണ്. കാക്കയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, കാക്കയാണ് അവിടെ കൊടിയടയാളമായിട്ട് നിൽക്കുന്നതും വാഹനമായിട്ട് നിൽക്കുന്നതും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാക്കയ്ക്ക് കാലങ്ങളോളം പല കാലങ്ങളെ ദർശിക്കാനാവും. കഴിഞ്ഞു പോയതുകളെ, ഇന്നുകളെ, നാളുകളെ ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കാക്കയുടെ ആ ദൃഷ്ടി എവിടെ എന്തിലേക്കും ചെന്നെത്തുന്ന ഒരു നോട്ടമാണ് കാക്കയ്ക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ജാഗരൂകരായി നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം നോക്കുക. പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളെ മാത്രം കാണരുത്, പ്രശ്നത്തിനുള്ള പരിഹാരവും കാണാം. അതുപോലെ ധൂമവതിയുടെ കയ്യിലിരിക്കുന്ന ഒരു മുറമാണ്. ഈ മുറം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാറ്റാനാണല്ലേ. അരിയിൽ നിന്ന് ഇപ്പോൾ നെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ നെല്ലിൽ നിന്ന് നെല്ലും പതരും പാറ്റിയെടുക്കാനാണ്, വേണ്ടാത്തത് കളയാനാണ്. അപ്പം ധൂമവതി എന്ന ഭഗവതി നമ്മളിൽ നമുക്ക് വേണ്ടാത്തതിനെ കളയുവാനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. മുറം കൊണ്ട് നമ്മളിലെ വേണ്ടാത്തതിനെയൊക്കെ പാറ്റി കളഞ്ഞ് വേണ്ടത് മാത്രം എടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെ ഒന്നും നഷ്ടങ്ങളായി മാത്രം കണ്ടു എന്നേക്കുമായി അത് നശിച്ചു പോയിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ കഴിയുന്നു എന്ന് കരുതരുത്. ജീവിതത്തെ തിരിച്ചു പിടിക്കുക, തോറ്റെടുക്കുക, അല്ലെങ്കിൽ തോറ്റം പാടിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ തിരിച്ചു പിടിക്കുക. ആ തിരിച്ചു പിടിക്കുവാനാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൽ ഈ പൊങ്കാല മഹോത്സവം എന്ന് മാത്രമല്ല, ഭഗവതിയുടെ തോറ്റം പാടുന്ന എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ ഈ വീണ്ടും വീണ്ടും പാടുന്നത് നഷ്ടപ്പെട്ടതുകളെ തിരിച്ചു പിടിക്കൽ. അപ്പോൾ നഷ്ടപ്പെടലുകളും തിരിച്ചു പിടിക്കലും ഇന്ന് ഓർത്തുകൊള്ളുക. പൊങ്കാലയ്ക്ക് വേണ്ടി വ്രതമിരിക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിൽ കരുതിക്കൊള്ളുക, ഒന്നും നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെട്ടതെന്തോ അത് എങ്ങനെ നമുക്ക് അതിനെ തന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എങ്കിലും നഷ്ടപ്പെട്ടതിലൂടെ ആർജിക്കുന്ന അനുഭവ ഗുണം നമ്മുടെ ജീവിതത്തെ നന്നായി തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവതിയിൽ അന്നപൂർണേശ്വരി സാന്നിധ്യം, താരയുടെ സാന്നിധ്യം, കാളിയുടെ സാന്നിധ്യം, ബാല ത്രിപുര സുന്ദരിയുടെ സാന്നിധ്യം ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ അന്നപൂർണേശ്വരി ആണെന്നും പറഞ്ഞതിനൊപ്പം തന്നെ നമ്മൾ പറയുന്നു ധൂമവതി കൂടിയാണ് ഭഗവതി ഈ ദിവസങ്ങളിൽ. അപ്പോൾ ദശമഹാവിദ്യകളും ഒത്തുചേരുന്നൊരു ക്ഷേത്ര സങ്കല്പം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ദിവസം നമ്മൾ തയ്യാറാകാൻ. അപ്പോൾ ഇവിടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് തന്നെ പൊങ്കാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ നാളത്തെ ദിവസം നമ്മുടെ വീഡിയോ ശ്രദ്ധാപൂർവ്വം കാണാം. നിങ്ങൾ വീടുകളിലിരുന്ന് തന്നെ പൊങ്കാല ഇടണം. ഇപ്പോൾ പലപ്പോഴും വിദേശങ്ങളിൽ നിന്ന് വരണം എന്നൊക്കെ ആഗ്രഹിച്ച പലർക്കും ചിലപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് പൊങ്കാല ഇടുവാൻ വേണ്ടത്. എങ്ങനെ പൊങ്കാല ഇടണം ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി വിശദമായിട്ട് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ ദീപം തെളിയിക്കണം, എങ്ങനെയാണിത് നേദ്യമാക്കി എടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നൊരു കാര്യം ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങളുടെ ഒരു നഷ്ടവും നിങ്ങളെ തന്നെ കളയുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥയല്ല. എല്ലാ നഷ്ടപ്പെടലുകളിലും ഒരു മാറ്റം, ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ഇന്നും നിങ്ങളിൽ ശക്തിയുണ്ട്, അമ്മയുണ്ട്, ഭഗവതിയുണ്ട് കൂടെ സർവശക്തിയുമായി. Mochita's Moksha, Journey to the Self.